എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ ഏറ്റവും എഫക്റ്റീവായും മിനിമം സമയത്തിലും ചെയ്തു തീർക്കേണ്ടത് റിവിഷനാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് വേണ്ടത്. സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും, എന്തൊക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ പറ്റും, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് വേണം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ കഴിയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കാൻ നേരത്ത്, അതായത് ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എവിടെ നമ്മൾ ഓരോ ചോദ്യത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് അത് മറ്റുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം എന്ന് മനസ്സിലാക്കുകയാണ് ഈ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ സെഷനിൽ ഒരു കപ്പാസിറ്റേഴ്സിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എത്രത്തോളം എത്രത്തോളം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനെല്ലാം ആസ്പദമാക്കി വരുന്ന കോൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ ആപ്ലിക്കേഷൻ. ഇതൊരു കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്യൂട്ട്സിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റുള്ള സബ്ജക്ട്സ്, ഇലക്ട്രിക്കൽ സബ്ജക്ട്, പവർ സിസ്റ്റത്തിലാണെങ്കിലും പവർ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ മെഷീൻസിലൊക്കെ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കാണിക്കാം. ദാറ്റ് ഇസ് 3 capacitors of capacitances 10 mF, 20 mF and 40 mF are connected in series across a 280 volts. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ചോദ്യത്തിന്റെയും വാല്യൂസ് 10 mF ആണ്, 20 mF, 40 mF കണക്റ്റഡ് അക്രോസ് എ സപ്ലൈ ഓഫ് 280 വോൾട്ട് ആണ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ആലോചിക്കും, ഇതെന്ത് വളരെ സിമ്പിൾ ചോദ്യമല്ലേ. കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അവിടെ സീരീസ് അക്രോസ് 280 വോൾട്ട് ആണ്. ദ റേഷ്യോ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ സെയിം വാല്യൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ പക്ഷേ ഈ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു, സീരീസ് ആയിരുന്നു, ഇവിടെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങളും ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ ഓപ്ഷൻ നോക്കി തന്നെ എനിക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ ഇനി പറയാൻ പോകുന്ന അടുത്തൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് ആ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളത് പറയുന്നുണ്ടാവും. ഇനി ഇതിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. നോക്കുക, 3 capacitors, അതേ സെയിം വാല്യൂസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് 280 വോൾട്ട്. ദ വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ, അതായത് ഓരോ കപ്പാസിറ്ററിലും എത്രയാണ് ചാർജ് സ്റ്റോർ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം, ഇതേ ഇതിൽ തന്നെ ഞാൻ എന്ത് മാറ്റി, സീരീസ് ആക്കി. 3 capacitors of capacitance 10, 20 and 40 are connected in series. The value of charge in 10 mF capacitor. 10 mF കപ്പാസിറ്ററിൽ എത്രയാണ്? ഇവിടെ നമ്മൾ പറയുന്നത് സീരീസിലാണ് അല്ലേ. ഇവിടെ പാരലൽ ആകുമ്പോൾ നമ്മൾ ഓരോന്നിന്റെ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഓരോ കപ്പാസിറ്റർ അക്രോസ് ഉള്ള ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിലും ഓരോന്നിന്റെ അക്രോസ് ചോദിക്കാം. ഇനി ചിലപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമ ലെവലോ ഡിഗ്രി ലെവലോ എക്സാമിനൊക്കെ ആണെങ്കിൽ ഓരോ വാല്യൂസ് അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചാർജ് ചോദിക്കാം, വോൾട്ടേജ് ചോദിക്കാം. ഇതെല്ലാം നമുക്ക് എങ്ങനെ എഴുതാം, അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു ചോദ്യം നോക്കിയേ. ഇതേപോലെ തന്നെ 3 capacitors are connected in series. The voltage across 10 mF capacitor എത്രയായിരിക്കും? 10 mF കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? ഇനി ഇവിടെ 10 mF മാത്രമേ ചോദിക്കുന്നുള്ളൂ, 20 mF ചോദിക്കാം, 40 mF ചോദിക്കാം, ഏത് വേണോ ചോദിക്കാം. അപ്പൊ ഏതിന് അക്രോസ് ആണെങ്കിലും ഉള്ള വോൾട്ടേജ് എത്രയാണ്? അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങൾ ഒരൊറ്റ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ചോദ്യം തന്നെ എന്തായിരുന്നു? ഫസ്റ്റ് ചോദ്യം ഞാൻ കാണിച്ചത് ഇവിടെ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ്, ദ റേഷ്യോ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഞാൻ വേറെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നോക്കിയേ, അതിന് പകരം ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അഗെയിൻ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. എങ്ങനെയാണ് ഞാൻ ഈ ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി എന്ന് ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ ചെയ്യുന്നത്? നമുക്ക് അതിന്റെ കോൺസെപ്റ്റിലേക്ക് പോവാം. സിമ്പിൾ ആണ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷേ എക്സാം ടൈമിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഹാർഡ്ലി 10 seconds മതി. അത് നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം, ബാക്കി ആ ടൈം അലോട്ട് ചെയ്യാം. ക്ലിയർ ആണോ? നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് പോയാലോ? നോക്കാം. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന പോലെ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് C=Q/V ആണല്ലോ. അറിയില്ല എന്ന് ആരും പറയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വോൾട്ടേജ് V, ക്യാപിറ്റൽ V, സപ്ലൈ വോൾട്ടേജ് എന്നോ V എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിലെല്ലാം ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 280 വോൾട്ട് ആയിരുന്നു ആണല്ലോ. 280 വോൾട്ട് ആണ്. C1, C2, 10, 20 and 40 മൈക്രോഫാരഡ് എന്നാണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നിലും ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റൻസ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ സീരീസ് ആയിട്ട് 1, 2, 3 അല്ലെങ്കിൽ എത്ര എണ്ണമാണോ മൾട്ടിപ്പിൾ n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കപ്പാസിറ്റർ സ്ട്രിങ് എന്നാണ്.
നമുക്ക് ഞാൻ വഴി കാണിക്കുന്നുണ്ടാവും, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്. ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇൻസുലേറ്റേഴ്സ്, ഇൻ പവർ സിസ്റ്റത്തിലെ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് എന്താണ്, അത് എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാം. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണിത്. നമ്മൾ എപ്പോഴും സബ്ജക്ട്സ് റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് കോൺസെപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അതറിയാമെങ്കിൽ അത് വെച്ച് ഏത് സബ്ജക്റ്റിലെ പല പല ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ സാധിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ C = Q/V എന്നുള്ളതാണ് നമ്മുടെ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ. നമ്മൾ സ്കൂൾ തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ് C = εA/D എന്ന് പറയുന്നത്. അതായത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് പറ്റുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ C ഉണ്ട്, C2 ഉണ്ട്, C3 ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ കപ്പാസിറ്ററിന് അക്രോസും നമുക്ക് ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V1, V2, V3 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിനെയും V1ഉം V2ഉം V3യും എങ്ങനെ കണ്ടുപിടിക്കാം? അതുപോലെ തന്നെ ഓരോന്നിനും അക്രോസ് അല്ലെങ്കിൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും? അവിടെ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് ഓർത്തെടുക്കുക. എന്താണ്? നമ്മൾ സീരീസ് കപ്പാസിറ്റൻസിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് നമ്മൾ സീരീസ് ആയിട്ട് ഒരു 3 റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? സീരീസ് ആയിട്ട് 3 റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ സീരീസിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എന്താണ്? ഇത് സീരീസ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ വരച്ചിരിക്കുന്നു ഒന്നും നോക്കരുത്, കാരണം അതുമായിട്ട് പല കോൺഫിഗറേഷൻസിൽ ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ വിചാരിക്കാത്തത് സീരീസ് ആയിരിക്കും, വിചാരിക്കാത്ത പാരലൽ ആയിരിക്കും, ഇത് രണ്ടും അല്ലാത്തതും വരാം. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ ഒരു റെസിസ്റ്റൻസിൽ കൂടി ഒരു കറണ്ട് കടത്തി വിടുക. ആ കറണ്ട് തന്നെയാണ് ബാക്കി 2 റെസിസ്റ്റൻസിലും, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ റെസിസ്റ്റൻസിൽ കൂടിയാണോ സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവന്മാർ തമ്മിൽ സീരീസ് ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതേപോലെ തന്നെ അതേ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ കട എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സീരീസ് കപ്പാസിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് സീരീസ് സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലുമുള്ള ചാർജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നോക്കിയേ, നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ചാർജ് സെയിം, സീരീസ് കപ്പാസിറ്റേഴ്സിൽ ചാർജ് സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കിവിടെ അറിയാം C = Q/P. അപ്പൊ V1 എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V1, V = അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് V എന്തെടുക്കാം? V = Q/C എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ V1 എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു Q1/C1 ആയിരിക്കും. പക്ഷെ നമുക്ക് എന്തെഴുതണ്ട? Q1 എന്ന് എഴുതണ്ട. കാരണം എന്താ? സെയിം ചാർജ് തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? V2 = Q/C2 എന്ന് എഴുതാം. V3 = Q/C3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോന്നിലുമുള്ള എന്ത് കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാം. ഇനി ഒരു കാര്യം കൂടി അറിയാം, എന്താണ്? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. അതാണെങ്കിൽ എന്ത് നമുക്കറിയാം? V = V1 + V2 + V3 ആണ്. അങ്ങനെയെങ്കിൽ V എന്തെന്ന് എഴുതാം? Q/C1 + Q/C2 + Q/C3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? കോമൺ എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Q × 1/C1 + 1/C2 + 1/C3. നമ്മുടെ എന്തായി? നമ്മളുടെ ഡെറിവേഷൻ ആയി. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഇനി നോക്കിയേ, ദാറ്റ് ഈസ് 1/C3 എന്ന് എഴുതാം അല്ലെ. ഇത് എന്താണ്? ഈക്വൽ ടു V ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ V/C എന്ന് റീപ്ലേസ് ചെയ്തൂടെ? V/Q ഈസ് ഈക്വൽ ടു എന്താണ്? 1/C1 + 1/C2 + 1/C3 ആണ്. V/Q, Q/V ആണ് എന്ത്? C എന്ന് പറയുന്നത്. ഇത് എന്തായി മാറി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C ആയി, C ടോട്ടൽ ആയി, അല്ലെങ്കിൽ C എഫക്റ്റീവ് ആയി അല്ലെ. അങ്ങനെ നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ C ഇക്വലന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/C ഇക്വലന്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 1/C ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 + 1/C3 ആണ് വെൻ സീരീസ് കണക്റ്റഡ് എന്ന് നമുക്കറിയാം. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ ഒബ്സർവേഷൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ അടുത്തൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, നോക്കാം. കാൽക്കുലേഷൻ സെയിം ആസ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ അല്ലെ. 3 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ n റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ 1/R equivalent is equal to 1/R1 + 1/R2 + 1/R3 + etc. up to 1/Rn ആണ്. അതേപോലെ തന്നെയാണ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അതായത് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത്? കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത്. അതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു. വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്താണ്? കൺസർവേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഇവിടെ KVL വെച്ചിട്ട് നമുക്ക് V = V1 + V2 + V3 എന്ന് പറയാം. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മളിവിടെ C ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദി സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ.
പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അതായത് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മളിവിടെ എടുക്കുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കുറയുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, അതൊരു കാര്യം. ഇനി നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ചാർജ് ഓൺ എവറി കപ്പാസിറ്റർ ഇൻ എ സീരീസ് സ്ട്രിംഗ് ഇസ് ഈക്വൽ ടു ദി ടോട്ടൽ സർക്യൂട്ട് ചാർജ്. അതായത് Q ടോട്ടൽ ഇസ് ഈക്വൽ ടു Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു Q3 ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വോൾട്ടേജ്, ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, the sum of voltage drop across each capacitor is equal to the total applied voltage. V total is equal to V1 plus V2 plus V3. ഇതിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം, ഓക്കെ, why C total reduces? കണ്ടോ, നമുക്കറിയാവുന്ന, നമുക്ക് രണ്ട് രീതിയിൽ ഇത് മനസ്സിലാക്കി വെക്കാം. ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സോ ഇലക്ട്രിക് ഫീൽഡോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാനിവിടെ പറയുന്നില്ല. സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടെ സി ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം, പാരലൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും. അതേപോലെ തന്നെയാണ് 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെയുള്ള ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസിനേക്കാൾ ചെറുതായിരിക്കും. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 3 C1 C2 C3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഒരു സ്ട്രിംഗ് ആയിട്ട് ഞാൻ കാണിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, നമുക്കറിയാം C is equal to epsilon A by D ആണ്. ഇവിടെ ഞാൻ 3 ഇങ്ങനെ വെക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിച്ചൂടെ, ഇവിടെ ചാർജ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചു, ഇതൊരു വലിയ കപ്പാസിറ്റൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, വരുന്ന പറഞ്ഞാൽ it is replaced by this particular C total resistance. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ D എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. അതായത് D കൂടുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഒബ്വിയസ്ലി കുറയും. അതുകൊണ്ട് തന്നെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് കപ്പാസിറ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിലുള്ള റീസൺ എന്താണ്, ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ശരിക്കും ഇതിന്റെ റീസൺ എന്താണ്, കാരണം അവിടുത്തെ നെറ്റ് പ്ലേറ്റ് ഏരിയ, എഫക്റ്റീവ് പ്ലേറ്റ് ഏരിയ, കാരണം നമ്മൾ ഈ ചാർജസ് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിന്റെ ഇടയിലുള്ള ഈ മീഡിയത്തിലാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നെറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, പ്ലേറ്റ് ഏരിയ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ നെറ്റ് കപ്പാസിറ്റൻസ് എന്താണ്, ഇറ്റ് ഈസ് എബിലിറ്റി ടു സ്റ്റോർ ചാർജ്. അവിടുത്തെ നെറ്റ് പ്ലേറ്റ് ഏരിയ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ചാർജ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യാണ്, കുറയാണ്. അത് നമുക്ക് ഇക്വേഷൻ വൈസ് എന്ത് ചെയ്യാം, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. C is equal to epsilon A by D എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഹിയർ D ഇൻക്രീസസ്, D കൂടുകയാണ്, അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് കുറയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. ജസ്റ്റ് എക്സാമിനാണെങ്കിലും ചിലപ്പോൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ D കൂടി, അപ്പോൾ D കൂടുകയാണെങ്കിൽ എന്ത് പറ്റും, കപ്പാസിറ്റൻസ് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സി എഫക്ട് അല്ലെങ്കിൽ സി ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, റെഡ്യൂസസ് എന്ന് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ, 3 capacitors of capacitances 10 mu of 10, 20 and 40. ഞാൻ mu of-ന്റെ കാര്യം തൽക്കാലം എടുക്കുന്നില്ല, നമുക്ക് പിന്നെ വരാം. is connected across a 280 volt സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. The ratio of charge in each capacitor will be, പറഞ്ഞേ എന്താണ് ratio of charge in each capacitor? ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, എന്താണ് ഇവിടെ പറഞ്ഞു, Q1 equal to Q2 equal to Q3 ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്, അല്ലാതെ അവിടെ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്രത്തോളം കോൺസെപ്റ്റ് ക്ലിയർ ആണ്, എത്രത്തോളം അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോളൂ, ഇപ്പോൾ കേരള PSCയുടെ IT ലെവൽ തൊട്ട് ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ, AP എല്ലാത്തിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നതല്ല ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. അത് ഏത് ബോർഡ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും എഴുതണ്ട. എന്താണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്, ഇത് സീരീസ് കപ്പാസിറ്റർ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു Q3 ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് C. ഒരു സ്റ്റെപ്പ് പോലും എഴുതണ്ട, ഈ സീരീസ് ആണല്ലേ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, റേഷ്യോ ഓഫ് ചാർജ് ഓഫ് ഈച്ച് കപ്പാസിറ്റർ. എല്ലാത്തിന്റെയും ചാർജ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ 1:1:1 ആണ്. കഴിഞ്ഞു. ഇനി അടുത്തത്, the 3 capacitors of 10 mu of 20 mu of and 40 mu of connected in series across a 280 volt. The ratio of voltage in each capacitor will be. റേഷ്യോ ഓഫ് വോൾട്ടേജ് കണ്ടുപിടിക്കണം, എന്ത് വേണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ V1 V2 V3 ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ നോക്കിയേ, ഇവിടെ 3 capacitors of capacitance 10, 20 and 40 are connected in series across 280 volt. The value of charge in each capacitor. വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് 2-3 രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന പോലെ C is equal to Q by V ആണല്ലോ. അപ്പോൾ നമുക്ക് C total is equal to എന്തായിരിക്കും, Q total by V ആയിരിക്കും, സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം Q total ആണെങ്കിൽ
Q total. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ. The value of charge in each capacitor. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ Q ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് തന്നെയാണ് Q1, അത് തന്നെയാണ് Q2, അത് തന്നെയാണ് Q3. അത് എന്തുകൊണ്ടായി? ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ Q ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? C ടോട്ടൽ ഇൻറ്റു V ചെയ്താൽ മതി. ഇവിടെ Q ടോട്ടൽ എന്ന് പറയുന്നത് C ടോട്ടൽ ഇൻറ്റു V ആണ്. ഇവിടെ എത്രയാണ് C ടോട്ടൽ വരുന്നത്? ഓക്കെ, C ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/C ഇക്വലന്റ് അല്ലെങ്കിൽ C ടോട്ടൽ ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടും? 1/10 പ്ലസ് 1/20 പ്ലസ് 1/40. ഇതിന്റെ ഇത് എടുക്കുമ്പോൾ 40, that is it equal to 4 plus 2 plus 1, that is അപ്പോൾ C ടോട്ടൽ എന്ന് പറയുന്നത് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഇതായിരിക്കും, that is 40/7 ആണ് ഇൻറ്റു വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ്? 280 വോൾട്ട് ആണ്. ഇൻറ്റു 280 ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ് ബിക്കംസ് 40, that is equal to 1600 എന്ന് കിട്ടും. ഇവിടെ ഞാൻ പറഞ്ഞു 1600 ആണ്, പക്ഷേ ഇവിടെ എന്തും കൂടെ എടുക്കണം? മ്യൂ ഓഫും കൂടെ എടുക്കണം. ഇൻറ്റു 10⁻⁻6 ആണ്. -6 എന്ത് വരും? കൂളോംബ് വരും. ഇനി ഇത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ 1.6. So that is equal to, this is same as 1.6 into 10⁻³ -3 കൂളോം അല്ലെങ്കിൽ 1.6 മില്ലി കൂളോംബ് എന്ന് കിട്ടും. ഓർ 1.6 into 10⁻³ കൂളോംബ് എന്ന് കിട്ടും. പോയിന്റ് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദ വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വേറൊരു കാര്യം ചോദിച്ചു. ഓക്കെ, വോൾട്ടേജ്, ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ. ഇതിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഷോർട്ട് കട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ റേഷ്യോ ചോദിച്ചു, ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ഇനി എത്രയാണ് ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നാണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഈ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു അല്ലേ? ഇവിടെ എന്തായിരുന്നു നമ്മൾ എടുത്തപ്പോൾ V1, V2, V3 ഈ 280 വോൾട്ട് അപ്ലൈ ചെയ്തത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് അല്ലേ? അതായത് നമുക്ക് ഈ സീരീസ് സ്ട്രിങ്ങിനെ, ഒരു കപ്പാസിറ്ററിന്റെ സീരീസ് സ്ട്രിങ്ങിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ വോൾട്ടേജ് ഡിവൈഡർ ഓർ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ സീരീസ് കപ്പാസിറ്റേഴ്സ് ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ളത്. നമുക്ക് അത് ഓരോന്നായിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, വോൾട്ടേജ് ഡിവിഷൻ. ദ ടോട്ടൽ അപ്ലൈ വോൾട്ടേജ് source voltage gets divided in series capacitor string. ഞാൻ പറഞ്ഞു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇതിനെയാണ്, ഈ അറേഞ്ച്മെന്റ് നമുക്ക് കപ്പാസിറ്റർ സ്ട്രിംഗ് എന്ന് പറയാം. The series capacitor string creates a voltage divider or a potential divider circuit. Capacitance grading in insulators is based on this particular concept. Very important. ഇത് തന്നെയാണ് നമ്മൾ സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സിൽ പഠിക്കുന്നത്, സ്ട്രിംഗ് എഫിഷ്യൻസി പവർ സിസ്റ്റത്തിൽ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഗ്രേഡിംഗ് എങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ എപ്പോഴും ആലോചിക്കാറില്ല എന്തിനാണ് സ്ട്രിംഗ് ഇൻസുലേറ്റേഴ്സ്. അവിടെ നമ്മൾ കപ്പാസിറ്റൻസിന്റെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. എവിടെ നിന്നാണ് ആ കോൺസെപ്റ്റ് വന്നത്? ഇവിടെ നിന്നാണ് ആ കോൺസെപ്റ്റ് വന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ നമ്മൾ പവർ സിസ്റ്റത്തിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ? എന്താണ്? നമുക്ക് സ്ട്രിംഗ് ഉണ്ട്, ഒരു സ്ട്രിംഗ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്, അവിടെ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ഉണ്ട്, സ്ട്രേ കപ്പാസിറ്റൻസ്, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് വരുന്നത് ഈ മൊത്തം വോൾട്ടേജിന് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നമ്മുടെ കണ്ടക്ടർ ഇതാണ് അല്ലേ? നമ്മുടെ ലൈവ് കണ്ടക്ടർ ഇതാണ്. ഈ കണ്ടക്ടർ മുതൽ ഇവിടെ വരെയുള്ള കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ആ വോൾട്ടേജിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ ഓരോന്നിലും എത്ര വോൾട്ടേജ് വരും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓരോന്നിനും അക്രോസ് എത്ര വോൾട്ടേജ് വരും എന്നുള്ളത് ഞാനൊരു ഷോർട്ട് കട്ട് കൂടി നിങ്ങൾക്ക് പറയാം. നോക്കുക, സിമ്പിൾ ആണ്. V1 ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വാട്ട് ഇസ് C is equal to Q by. നമുക്ക് ആകെ കപ്പാസിറ്ററിൽ അറിയേണ്ട ഇക്വേഷൻ C is equal to Q by V ആണ്. പിന്നെ ചില കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ്? C is equal to epsilon A by D. ഇത് രണ്ടും വെച്ചിട്ട് ഒരു വിധപ്പെട്ടുള്ള എല്ലാ കേരള PSC ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ഇതിൽ നിന്ന് കിട്ടില്ലെങ്കിൽ ഇതിലേക്ക് പോവാം, ഇതിൽ നിന്ന് കിട്ടില്ലെങ്കിൽ ഇതിലേക്ക് പോവാം. ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് അറിയാവുന്ന പോലെ V is equal to ഞാൻ പറഞ്ഞു Q by C ആണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയെങ്കിൽ V1 is equal to Q by C1 ആണ്. Q1 എടുക്കണോ? വേണ്ട, സീരീസ് ആണ്, എല്ലായിടത്തും സെയിം ചാർജ് തന്നെയാണ് ഉണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ ദാറ്റ് ഇസ് V1 is equal to V into CT by C1 ആണ്. ശ്രദ്ധിക്കുക, C total by C1 ആണ്. V2 is equal to V into C total by C2 ആണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് ആണ്. കാരണം അല്ലെ, വോൾട്ടേജ് കപ്പാസിറ്റൻസ്, ഇവിടെ ചാർജ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ വോൾട്ടേജും കപ്പാസിറ്റൻസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. V3 is equal to V into CT by C3 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും വോൾട്ടേജ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ V1 is equal to Q by C1 എന്ന് എടുക്കാം, V2 is equal to Q by C2 എന്ന് എടുക്കാം, V3 is equal to Q by C3 എന്ന് എടുക്കാം.
കറക്റ്റ് അല്ലേ? ഇത് എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടും. നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ V1 V2 V3 കിട്ടും. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദിസ് ഇസ് V1, ദിസ് ഇസ് V2 ആൻഡ് ദിസ് ഇസ് V3. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം 2-3 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ചോദിക്കാം. റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ ഈച്ച് കപ്പാസിറ്ററിനും ഒരു ഷോർട്ട് കട്ട് നമുക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, the ratio of voltage in each capacitor. ഈ ചോദ്യത്തിന് പകരം the value of voltage across each capacitor, അത് V1 നിങ്ങൾക്ക് ചോദിക്കാം, V2 ചോദിക്കാം, V3 ചോദിക്കാം, അല്ലേ? എങ്ങനെ വേണോ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. കാണാതെ പഠിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയേ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഈ 2 ഫോർമുലാസ് അറിയാം, 2 നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിലും ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് C is equal to Q/V എന്നറിയാം. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം അറിയാം, V is equal to Q/C എന്നറിയാം, V1 is equal to Q/C1 എന്നറിയാം. എനിക്ക് ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് അറിയാം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, 1 സീരീസ് ആണ്. സീരീസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 1.6 × 10⁻³ കൂളംബ് ആയിരുന്നു. ഇനി അതല്ലെങ്കിൽ V1 is equal to V into C total by C1 എന്നും എനിക്കറിയാം. നമുക്ക് ഇത് വെച്ച് നോക്കിയാലോ. സോ ഇവിടെ 280 വോൾട്ട് ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ V എന്ന് പറയുന്ന വോൾട്ടേജ് 280 വോൾട്ട് ഇൻറ്റു ഈക്വലന്റ് കപ്പാസിറ്റൻസ് C ടോട്ടൽ എത്രയായിരുന്നു? 10, 20, 40. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എത്രയായിരുന്നു? 40/7 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. സോ C ടോട്ടൽ is equal to 40/7 ബൈ എന്താണ്? ദാറ്റ് ഈസ് ഇൻറ്റു 1/C1 എത്രയായിരുന്നു? C1 is equal to 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ഇസ് അഗെയിൻ 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 160 വോൾട്ട് എന്ന് കിട്ടും. V1 is equal to 160 വോൾട്ട്. ഈ ഒരു ഒറ്റ ആൻസർ ഉണ്ട് എങ്കിൽ എനിക്ക് ബാക്കി എല്ലാത്തിൻ്റെയും ഇത് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അതിലേക്ക് വരാം. V2 ഒന്നും കൂടി. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V into CT by എന്താണ്? C2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 280 ഇൻറ്റു CT എത്രയാണ്? 40/7 ആണ്. ഇൻറ്റു എന്താണ്? C2. നമുക്ക് C2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. സോ നേരത്തെ ചെയ്ത് എത്രയാണോ അതിൻ്റെ 2 ടൈംസ് കിട്ടും. സോ നേരത്തെ ഇവിടെ നമുക്ക് ചെയ്ത് 160 കിട്ടി അല്ലേ? സോ സോറി, അതിൻ്റെ ഹാഫ് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 വോൾട്ട് എന്ന് കിട്ടും. നേരത്തെ 160 കിട്ടി, അതിൻ്റെ നേർ പകുതിയാണ്. കാരണം എന്താ? ഇവിടെ ഡിനോമിനേറ്ററിൽ 20 വന്നു. ഇനി V3 എന്ത് കിട്ടും? V3 ഈസ് ഈക്വൽ ടു V ഇൻറ്റു CT ബൈ എന്താണ്? C3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 280 ഇൻറ്റു 40/7 ഇൻറ്റു എത്രയാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കിട്ടിയതിൻ്റെ 4 ഇരട്ടി കപ്പാസിറ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ വോൾട്ടേജിൻ്റെ 4/1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം? സോ ദാറ്റ് ബിക്കംസ് 40 വോൾട്ട്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്തേ. അപ്പോൾ എനിക്ക് V1 എത്ര കിട്ടി? V1 is equal to 160 വോൾട്ട് കിട്ടി. V2 is equal to 80 വോൾട്ട് കിട്ടി. V3 is equal to എത്രയാണ് കിട്ടിയത്? 40 വോൾട്ട് കിട്ടി. ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. മൂന്നും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? എനിക്ക് കണക്ക് കൂട്ടാൻ അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും എന്ത് കിട്ടണം? വി ഷുഡ് ഗെറ്റ് എത്രയാണ്? 280 വോൾട്ട് കിട്ടണം. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത്, കാരണം എന്താണ്? ഈ 280 വോൾട്ട് ആണ് എന്ത്? ഇതിൽ 160 ആയിട്ട് പോയി, പിന്നെ ഇവിടെ എത്ര പോയി? 80 പോയി അല്ലേ? അപ്പോൾ 240 ആയി, പിന്നെ ഒരു 40 വോൾട്ട് 280 ആയി. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെലക്ട് ചെയ്തതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കപ്പാസിറ്റർ, ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടോ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ? അത് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ വോൾട്ടേജിന്റെ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടുത്തെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടി? V1 ഈസ് ടു V2 ഈസ് ടു V3 എന്ന് പറയുന്നത് 160 ഈസ് ടു 80 ഈസ് ടു 40 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4 ഈസ് ടു 2 ഈസ് ടു 1 അല്ലേ? 4 ഈസ് ടു 2 ഈസ് ടു 1. അതായത് കപ്പാസിറ്റൻസ് എങ്ങനെയാണോ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും എന്ത്? അതിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജസിന്റെ റേഷ്യോ. 1:2:4 ആണ് കപ്പാസിറ്റൻസിന്റെ റേഷ്യോ ഇൻ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പൊ അതിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഓരോ കപ്പാസിറ്ററിലും ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും. 4:2:1 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ്. ഇവിടെയും ഞാൻ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഒറ്റ ഇതിലേ നോക്കുക. കപ്പാസിറ്റൻസ് റേഷ്യോ ഇങ്ങനെയാണല്ലേ? സെയിം വോൾട്ടേജ് അക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 1:2:4 ആണ് എങ്കിൽ ഇതേ റേഷ്യോയിലായിരിക്കും എന്താ നമുക്ക് ഇവിടെ എന്തുണ്ടാവുക? കപ്പാസിറ്റൻസിന്റെ വാല്യൂസ് ഉണ്ടാവുക 1:2:4. ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എടുക്കുക, 4:2:1 എന്തുണ്ടാവുക? വോൾട്ടേജിന്റെ ഇതുണ്ടാവുക. ഇനി ചാർജിന്റെ റേഷ്യോ സീരീസ് ആണ് 1:1:1. ഇനി
ഇത് ഇത്രയും അറിയാമെങ്കിൽ ഈ കപ്പാസിറ്റൻസ് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒന്ന് സ്റ്റക്ക് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 1:2:4 ഇതേ റേഷ്യോയിലായിരിക്കും എന്തുണ്ടാവുക, പാരലൽ കോമ്പിനേഷനിൽ വാല്യൂസ് ഉണ്ടാവുക. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ വോൾട്ടേജിന്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിൽക്കരുത്. ഈ ഇത്രയും കഥയൊന്നും നമുക്ക് ഈ കഥ അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിന് ഈ നമ്മുടെ സ്റ്റെപ്സിനല്ല മാർക്ക്, ഫൈനൽ റിസൾട്ടിന് മാത്രമാണ് മാർക്ക്. ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി എന്താണ്? Will be 4:2:1. It will be in the ratio, the inverse ratio of the capacitors. 4:2:1 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ നോക്കിയാലോ. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എന്താണ്? ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഹിയർ വി ഹാവ് എ സപ്ലൈ വോൾട്ടേജ് വി. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? 280 വോൾട്ട് എടുക്കാം. ഇത് 10 of 20 and 40. ഇനി ഇതിൽ എന്താണ് പ്രത്യേകത? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ സീരീസിൽ നമ്മൾ കണ്ടു വോൾട്ടേജ് ഡിവിഷൻ ആയിട്ട്, വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അവിടുത്തെ എന്ത് പറ്റുന്നത്? സെയിം ചാർജ് തന്നെയാണ്. അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണ്? നമുക്ക് അവിടെ കപ്പാസിറ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അവിടെ നെറ്റ് എഫക്റ്റീവ് പ്ലേറ്റ് ഏരിയ കുറയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചാർജ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആണ്. കാരണം ഒന്നിനുള്ള ചാർജ് ആണോ അടുത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നെറ്റ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കാൻ ഞാൻ കാര്യവും പറഞ്ഞു അല്ലെ. അതിന്റെ കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അത് പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയേണ്ട, അതിലേക്ക് പോകുന്നില്ല. ഇനി അടുത്തത്, ഇവിടെ പാരലൽ എടുക്കുമ്പോൾ, പാരലൽ കപ്പാസിറ്റേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? 3 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ 3 അക്രോസും സെയിം വോൾട്ടേജ് ആണ്. നേരത്തെ അവിടെ V1, V2, V3 ആയിരുന്നു. ഇവിടെ 3 അക്രോസും V1, V2, V3 എല്ലാം എന്ത് തന്നെയാണ്? സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. അതുകൊണ്ടുള്ള പാരലൽ സർക്യൂട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ചാർജ്? സി, അപ്പോഴും എനിക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്താണ്? C is equal to Q/V ആണ്. C is equal to Q/V ആണ്. എനിക്കിവിടെ C1 ഉണ്ട്, Q1 ഉണ്ട്, V1 ഉണ്ട്. ഇവിടെ V എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി? Q is equal to CV ആണ്. അപ്പൊ Q1 is equal to C1 into V1 വേണോ? വേണ്ട, സെയിം വോൾട്ടേജ് ആണ്. അപ്പൊ Q2 is equal to C2V ആണ്. Q3 equal to C3V ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇത് നിങ്ങൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി Q1 plus Q2 plus Q3 ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് C എഫക്റ്റീവ്, C ടോട്ടൽ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എ പാരലൽ കോമ്പിനേഷൻ കിട്ടുന്നത്. C ടോട്ടൽ is equal to C1 plus C2 plus C3 ആണ് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇവിടുത്തെ യൂസേജ് എന്താണ്? നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആപ്ലിക്കേഷൻ എവിടെയാണ്? നമുക്ക് ഒരു കപ്പാസിറ്റർ ബാങ്ക് വേണം. ഈ കപ്പാസിറ്റർ ബാങ്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. പവർ ഫാക്ടർ കറക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? നമ്മുടെ പവർ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു കപ്പാസിറ്റർ ബാങ്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസിങ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് വിൽ ബി Q1, this will be Q2 and this will be Q3. If I need to store more charge, കൂടുതൽ പാരലൽ ആയിട്ട് കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ദിസ് ക്യാൻ ആക്ട് ആസ് എ കപ്പാസിറ്റർ ബാങ്ക്. എനർജി സ്റ്റോറേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ക്ലിയർ ആണോ? അഗൈൻ ദിസ് കംസ് ഫ്രം ദി ബേസിക് കോൺസെപ്റ്റ് ദാറ്റ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ചാർജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അൺലൈക്ക് റെസിസ്റ്റേഴ്സ്, പാരലൽ കപ്പാസിറ്റേഴ്സ് ആഡ് അപ്പ്. കണ്ടോ, റെസിസ്റ്റേഴ്സ് പോലെയല്ല, പാരലൽ കപ്പാസിറ്റേഴ്സ് ആഡ് അപ്പ്. ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂസ്. ദ ഫോർമുല ഇസ് ഗിവൻ ബൈ C total is equal to C1 plus C2 plus etc up to Cn. ഇനി നോക്കാം വോൾട്ടേജ്. Because each capacitor is directly connected across the power source, the potential difference across every capacitance is in parallel combination is the same. V total is equal to V1 plus V1 equal to V2 is equal to etc up to Vn. ഇവിടെ നമ്മൾ എത്രണ്ണം കണക്ട് ചെയ്യുമോ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായാലും ഐഡിയലി സെയിം ആയിരിക്കും. ഇനി അടുത്തത് charge. The total electric charge stored by the circuit is the sum of charge stored by individual capacitors. Q total എന്ന് പറയുന്നത് നമുക്ക് എത്രണ്ണം വേണോ ആഡ് ചെയ്യാം. Q1 plus Q2 plus etc up to Qn വരെ ആഡ് ചെയ്യാം. Ideally it should add up. Again losses എല്ലായിടത്തും ഉണ്ട്. അതിനെക്കുറിച്ചുള്ളത് നമ്മൾ അതിന്റെ അപ്രോക്സിമേഷൻസ് കറക്ഷൻസ് ഒക്കെ നമ്മൾ മെഷർമെന്റ്സിലൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ തൽക്കാലം അത് വിട്ടേക്കുക. അപ്പോൾ ideally it should add on. ഇനി അടുത്തത് എനർജി സ്റ്റോറേജ്. ബിക്കോസ് C total ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ എന്താണ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ ടോട്ടൽ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ പാരലൽ അറേഞ്ച്മെന്റ് ഓൾസോ ഇൻക്രീസസ് അലോയിങ് ദ നെറ്റ്വർക്ക് ടു ഹോൾഡ് മോർ ചാർജ് ഫോർ എ ഗിവൺ വോൾട്ടേജ്. നമ്പർ ഒരു സെയിം വോൾട്ടേജിന് കൂടുതൽ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എനർജി സ്റ്റോറേജും എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുന്നുണ്ടാകും. അല്ലെങ്കിൽ അതിനുള്ള എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നുണ്ടാകും. കണ്ടോ, 1/C എന്താണ്? ഹാഫ് CV സ്ക്വയർ ആണ് അല്ലെ. 1/2 into C into V സ്ക്വയർ ആണ്. C ടോട്ടൽ കൂടുന്നുണ്ടാവും, അതിനനുസരിച്ച് എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നതും കൂടുന്നുണ്ടാകും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസ് ചെയ്തിട്ട് ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ കോൺസെപ്റ്റ് ഒന്ന് എടുത്തേ.
നോക്കുക, 3 capacitors of capacitances 10, 20 and 40 are connected in parallel across 280 volt. The ratio of charge in each capacitor will be. ഇവിടെ എന്താണ് നമുക്ക് Q1 is equal to, നമുക്കറിയാം C is equal to Q by V ആണ്, Q1 is equal to C into V ആണ്, so it is equal to C1V ആണ്. Q2 is equal to C2V ആണ്, Q3 is equal to C3V ആണ്. നമ്മൾ സീരീസ് ആയിട്ട് പഠിച്ചപ്പോൾ Q1 equal to Q2 equal to Q3, so ഇവിടുത്തെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ സീരീസ് വന്നപ്പോൾ 3 capacitors of this value are connected in series across 280 volt. The ratio of charge in each capacitor will be, എന്തായിരുന്നു ആൻസർ? 1:1:1 ആയിരുന്നു. നോക്കി എഴുതണം. ഇവിടെ പാരലൽ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഇവിടെ പാരലൽ ആണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് ആയിരുന്നുവെങ്കിൽ ആൻസർ ഷുഡ് ബി 1:1:1. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പാരലൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയേ, കപ്പാസിറ്റൻസ് കൂടുകയാണെങ്കിൽ ചാർജ് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണ്, ഇവിടെ 40 ആണ് മൈക്രോഫാരഡ് അല്ലെ. വോൾട്ടേജ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ ചാർജ് സ്റ്റോർ ചെയ്യുന്ന റേഷ്യോ എന്തിൽ തന്നെയായിരിക്കും? ഇവിടെ 10, 20, 40 ആണെങ്കിൽ ഇതേ റേഷ്യോയിൽ 1:2:4 തന്നെയായിരിക്കും എന്ത് ഇവിടെ ചാർജ് അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്യുക. സോ ആൻസർ വിൽ ബി 1:2:4. വിത്തൗട്ട് എനി സ്റ്റെപ്പ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി 1:2:4 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം. കപ്പാസിറ്റേഴ്സിന്റെ ഈ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റെപ്പും എഴുതേണ്ട ആവശ്യമില്ല. എഗെയിൻ ഇവിടെ സീരീസ് ചോദിച്ചാൽ എല്ലാത്തിലും സെയിം ചാർജ് ആണ്. പാരലൽ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്ററിന്റെ അതേ റേഷ്യോയിൽ 1:2:4 അല്ലേ എന്ത് ചെയ്യും? ഇവിടെ സേവ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം, 3 capacitors ഈ വാല്യൂ കണക്ക്. ദ വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി. ഓരോ കപ്പാസിറ്ററുള്ള ചാർജ് എന്തായിരിക്കും? ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന പോലെ Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ദ വാല്യൂ ഓഫ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ. ഞാൻ പറഞ്ഞു എന്താണ് ചാർജിന്റെ റേഷ്യോ എന്തിലാണ്? 1:2:4 ചാർജസ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ റേഷ്യോ വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 1:2:4. 1:2:4. The value of charge in millicoulomb in each capacitor will be. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്നിട്ട് നെഗറ്റീവ് അടിച്ച് വരരുത്. കാരണം എന്താ? ഇത് റേഷ്യോ അല്ല ചോദിക്കുന്നത്, വാല്യൂ ഓഫ് ചാർജ് ഇൻ മില്ലികൂളം ഇൻ ഈച്ച് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പൊ വാല്യൂ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതായിരിക്കാം, ചിലപ്പോൾ ഇതേ റേഷ്യോ ഉള്ള വേറെ ഏതെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വേറെ ഏതെങ്കിലും അതേ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 1:2:4 അല്ലെങ്കിൽ ഒന്നിന്റെ ഡബിൾ ആണ് അടുത്ത ചാർജ്, അതിന്റെ 4 ടൈംസ് ആണ് എന്ത് അടുത്ത ചാർജ് എന്നുള്ള റേഷ്യോ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ Q1, what is Q1? Q1 is equal to C1 equal to 10 മൈക്രോഫാരഡ് ആണ് into 280 വോൾട്ട് ആണ്. സോ ഇൻറ്റു 10⁻⁻6 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2800 ഇൻറ്റു 10⁻⁻6 കൂളംബ് ആണ്. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8 ഇൻറ്റു 10⁻⁻3 കൂളംബ് ആണ്. ദാറ്റ് ഈസ് Q1. Q1 ഇത് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി Q2? Q2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Q1 കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആയിരിക്കും, 5.6 ആയിരിക്കും അല്ലെ. 28 56. ഇനി അതിന്റെ കൂടെ തന്നെ Q3 എന്തായിരിക്കും? 2.8ന്റെ 4 ഇരട്ടി ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2 ആയിരിക്കും. സോറി 11.2 ആയിരിക്കും അല്ലെ. 11.2 അപ്പോൾ ഇൻറ്റു 10⁻⁻3 കൂളംബ് ആയിരിക്കും, ഇൻറ്റു 10⁻⁻3 കൂളംബ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്, വാല്യൂ ഓഫ് ചാർജ് ഇൻ മില്ലികൂളം ഇൻ ഈച്ച് കപ്പാസിറ്റർ, ഓരോ കപ്പാസിറ്ററിലും ഉള്ള കപ്പാസിറ്റൻസ് ഇൻ മില്ലികൂളം എത്രയായിരിക്കും? ഇത് മില്ലികൂളം ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് വരും? മില്ലികൂളം ആയിട്ട് എഴുതുകയാണെങ്കിൽ നോക്കുക, ഇറ്റ് വിൽ ബി, ഇതങ്ങ് മാറ്റിയാൽ മതി മില്ലികൂളംബായി, ഇത് മാറ്റിയാൽ മതി മില്ലികൂളംബായി, ഇത് മാറ്റിയാൽ മതി മില്ലികൂളംബായി. അങ്ങനെയെങ്കിൽ 2.8, 5.6, 11.2 ആണ് എന്ത് നമുക്ക് ഈ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ വാല്യൂ ഓഫ് ചാർജ് ചോദിക്കുന്നതിന് പകരം റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1:2:4. അതായത് കപ്പാസിറ്റൻസിന്റെ അതേ റേഷ്യോയിലായിരിക്കും എന്തുണ്ടാവുക? ചാർജ് സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആണോ? 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സീരീസ് ആണെങ്കിൽ ചാർജ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ ചാർജ് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതേ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് പാരലൽ ആവുമ്പോൾ 1:2:4 എന്ത് ചാർജസ് വരിക. അത് റേഷ്യോ ഓഫ് ചാർജ് വരുന്നത് 1:2:4 വാല്യൂവും അതേ വാല്യൂ റേഷ്യോ വരുന്ന ഒരു വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതിന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഇങ്ങനത്തെ ചില ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നേക്കാം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വരാം.
സീരീസ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ വോൾട്ടേജിന്റെ റേഷ്യോ ചോദിക്കാം. വോൾട്ടേജിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? വിൽ ബി ഇൻവേഴ്സ് ടു ദി വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും എന്ത് സീരീസിൽ വോൾട്ടേജ് വരിക. ഞാൻ പറഞ്ഞു 1:2:4 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4:2:1 അത് എങ്ങനെയാണ് വാല്യൂ സഹിതം ഞാൻ പറഞ്ഞു, ഇത് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസിലൂടെ തന്നെ കണ്ടുപിടിക്കാം. ഈ കോൺസെപ്റ്റ്സ് എല്ലാം വിത്തിൻ സെക്കൻഡ്സ് 10 സെക്കൻഡ്സിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. അതിന് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ ഒരുവിധപ്പെട്ട എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ടൈം ആൻഡ് ആക്യുറസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക, ഈ റിവിഷൻ ത്രൂ ക്വസ്റ്റൻസ് ഫോളോ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കപ്പാസിറ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻക്രീസസ്, സോ ചാർജ് സ്റ്റോറേജ് കേപ്പബിലിറ്റി ഇൻക്രീസസ്. ഞാൻ പറഞ്ഞു ഇവിടെ ചാർജ് സ്റ്റോറേജ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1/2 CV², അല്ലേ? ഇനി അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? കപ്പാസിറ്റർ ബാങ്ക്സ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ, എനർജി സ്റ്റോറേജ് കപ്പാസിറ്റർ ബാങ്ക്സ്, റീജനറേറ്റീവ് ബ്രേക്കിംഗിൽ നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾസ് EV വെഹിക്കിൾസിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ പഠിക്കാറുണ്ട്, അല്ലേ? മെഷീൻസിൽ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ കപ്പാസിറ്റർ ബാങ്ക്സ് ഉപയോഗിക്കാം. പാരലൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. DC പവർ സപ്ലൈസ്, ഫിൽറ്ററിംഗ്, അതായത് റിപ്പിൾസിനെ AC റിപ്പിൾസിനെ ഹാർമോണിക്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? കപ്പാസിറ്റൻസ് സീരീസ്, പാരലൽ, അതിൽ നിന്ന് എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് എത്ര ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് അല്ല, ഇത് ബേസിക്കലി എന്താണ്? കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിനെ ക്രിസ്പ് ആയിട്ട് ഓർത്ത് വെക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് ഇതിന് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?